ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതെൻ്റെ ഒരു പുതിയൊരു വീഡിയോ ആണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഞങ്ങളിന്ന് ഞങ്ങളുടെ ദേശത്തെ വേലയ്ക്ക് പോവാണ് കേട്ടോ. അപ്പോൾ രാത്രിയാണ് ഞങ്ങൾ പോണത്. ഞാനും മോനും ഏട്ടനും കൂടെയാണ് പോണത്. ആലു ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ വെച്ചിട്ട്. അപ്പോൾ ഇന്ന് പൂരം വൈബിലാണ് കേട്ടോ. സംഭവം ഞങ്ങൾക്ക് പകലൊന്നും ഇറങ്ങാൻ പറ്റില്ല, മോളുള്ള കാരണം കൊണ്ട് എനിക്ക് തീരെയും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാത്രി ആയപ്പോൾ മോളെ ഉറക്കിയിട്ട് ഞങ്ങൾ 3 പേരും കൂടെ റെഡിയായി ഇറങ്ങി. അപ്പോൾ പൂരം ദേശത്തിൻ്റെ ആയതുകൊണ്ട് നമുക്ക് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല. പിറ്റേ ദിവസമാണ് പൂരം. ആൾക്കാരൊക്കെ അത്യാവശ്യം വരണേ ഉള്ളൂ. പക്ഷേ കടകളും കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ നല്ല രസമാണല്ലോ. പിന്നെ 7 ദിവസത്തെ ഞങ്ങളുടെ ഇവിടുത്തെ അമ്പലത്തിൽ നല്ല പരിപാടികളൊക്കെ ഉണ്ടാവും, ഗാനമേള അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ കാണാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ മോനാണെങ്കിൽ ഓരോരോ സ്റ്റാളുകൾ നോക്കി ടോയ്സ് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള തിരക്കുണ്ട്. അവനിങ്ങനെ പൂരത്തിന് ഇറങ്ങുക അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും മേടിക്കണമല്ലോ, മക്കളാണല്ലോ. അപ്പോൾ അവരിങ്ങനെ ഓരോന്നും നോക്കി വെച്ചിരിക്കുകയാണ്. എന്താ മേടിക്കുക, ടോയ്സ് എന്തെങ്കിലും മേടിക്കണം, അത് വാങ്ങണം ഇത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കും ഉണ്ടായിരുന്നല്ലോ അല്ലേ ചെറുപ്പത്തിലൊക്കെ ഓരോരോ നൊസ്റ്റാൾജിക് ഫീലിങ്സൊക്കെ. എനിക്ക് കൂടുതലായിട്ടുണ്ടായിരുന്നത് മറ്റേ ബലൂൺസൊക്കെ വാങ്ങില്ലേ. നമ്മൾ ബലൂൺ വാങ്ങുമ്പോൾ അതിനകത്ത് ഈ മഴത്തുള്ളി വീണ പോലത്തെ ഡിസൈനുകൾ ഉണ്ടാവും. വീട്ടിലൊന്നും എത്തില്ല, അപ്പം തന്നെ പൊട്ടിപ്പോവും. അങ്ങനത്തെയൊക്കെയാണ് നമുക്കുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം അതൊന്നും കണ്ണിൽ കാണാനേ ഇല്ല. അപ്പോൾ അത്യാവശ്യം കുട്ടികൾക്കുള്ള ടോയ്സ് നല്ലോണം ഉണ്ട് കേട്ടോ അവിടെ. വലിയ റേറ്റും കാര്യങ്ങളൊന്നും തോന്നിയില്ല. എല്ലാ പ്രാവശ്യം പൂരത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല റേറ്റ് ഉണ്ടാവും ചിലതൊക്കെ. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയൊന്നുമില്ല. അപ്പം മോന് അത് വേണം ഇത് വേണം അച്ഛാ അത് വേണം അച്ഛാ. പഞ്ചാബി ഹൗസിലെ മൂവി പോലെ ഉണ്ടായിരുന്നു. ഹരിശ്രീ അശോകനും ദിലീപും കൂടെ ഈ കൊച്ചിൻ ഹനീഫേനെ സൈഡിലേക്ക് ഉന്തിക്കൊണ്ടുപോകുന്ന പോലെ അവൻ ഓരോ കടകളുടെ അവിടെ എത്തുമ്പോൾ അങ്ങോട്ട് നടക്കച്ച, ഇത് കണ്ടച്ച അത് കണ്ടച്ച, അങ്ങനെ ഫുള്ള് അച്ഛ 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 വിളിച്ചുകൊണ്ട് തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് പിന്നെ അതിലൊന്നും വലിയ കമ്പൊന്നുമില്ല. അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവനതൊന്നുമല്ല. അവന് ഈ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാവും, വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയായിരിക്കും അവൻ്റെ നോട്ടം. അവസാനം ഞങ്ങൾ ഇല്ലാത്തതായിട്ട് പിയാനോ മേടിച്ചു കൊടുത്തു. പിയാനോയും പിന്നെ ഒരു ബോളും നോക്കി. അത്യാവശ്യം നല്ല കളക്ഷൻ ആയിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കണേക്കെ വേറെയൊക്കെ ഉണ്ടാവില്ലേ ഇവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ വളകളുടെ കളക്ഷൻ ഉണ്ട്. പക്ഷെ അതൊക്കെ മോശമായിരുന്നു, പഴയതായിരുന്നു. പിന്നെ ഒരു അമ്മച്ചീനെ കണ്ടപ്പോൾ അവരുടെ അടുത്ത് കുറച്ച് കുപ്പിയോളം വാങ്ങി. അമ്മച്ചിക്കാണെങ്കിൽ ഒരേ സന്തോഷം, വേറെ ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെ അമ്മച്ചി കുറേ വർത്താനൊക്കെ പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. മുപ്പത്തിര പല്ലൊക്കെ കാണിച്ച് ഫുള്ള് ചിരി തന്നെയായിരുന്നു, ഒരു സന്തോഷം കൊണ്ടേ. അങ്ങനെ ഞങ്ങൾ 1 ഡസൻ വള വാങ്ങി തിരിച്ചു പോന്നു.